Good afternoon. Good afternoon, Miss. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്താണ് does and does not in a selection interview. അല്ലെ, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഇന്റർവ്യൂ. നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലെ. അതായത് നമ്മൾ നോക്കിയത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് നമ്മൾ നോക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. ഹോംവർക്ക്, അതുപോലെ തന്നെ arrive early for the interview, bring not along to calm nerves, offer a firm handshake, be confident but not superior, take time to answer questions, highlight your services, അതുപോലെ തന്നെ speak with enthusiasm. ഇത്രവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരുന്നോ? ഓക്കെ, okay, next നമുക്ക് നോക്കാം. Ask questions about the position. The interviewee can ask questions about the job position with the HR manager. This shows that the candidate is really interested in a job. Also, asking questions about the positions helps the interviewee to know whether he or she is appearing for the right for job candidate. എന്താണ് ask questions about the position? The interviewee can ask questions about the job position with the HR managers. HR മാനേജേഴ്സിനോട് നമ്മുടെ ജോബിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഈ കാൻഡിഡേറ്റിന് ചോദിക്കാം. ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് വരുന്നത്, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാൻഡിഡേറ്റ്സിന് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് ഇന്റർവ്യൂ എടുക്കുന്ന എംപ്ലോയറോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇന്റർവ്യൂവറോട് നമുക്ക് ചോദിക്കാം. Okay, അപ്പൊ അവർക്ക് എന്ത് മനസ്സിലാകുന്നു? This shows that the candidate is really interested in the job. ഇനി നമ്മളിങ്ങനെ ജോബിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്താ, അവൻ ഈ ജോബിൽ ഇൻട്രസ്റ്റഡ് ആണ്, ജോബ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്, അവർ നല്ല രീതിയിൽ ആ ജോബ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റഡ് ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആ ജോബിൽ നിന്ന് ആ HR മാനേജേഴ്സിന് മനസ്സിലാവാനായിട്ട് തുടങ്ങും. Also, asking questions about the position helps to interviewee to know whether he or she is appearing the right job interview. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജോബ് വേക്കൻസിയെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് കാൻഡിഡേറ്റിന് ശരിയായ അഭിമുഖത്തിന് ആ ജോലി ഇന്റർവ്യൂവിന് ഹാജരാകുന്നുണ്ടോ എന്നും കൂടി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ എന്താണ്, നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ കാൻഡിഡേറ്റ് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങള് നമ്മള് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോട് ചോദിക്കാവുന്നതാണ്. അവർക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആ ആളെ അല്ലെങ്കിൽ ഈ ജോബിന് അയാള് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അതാണ് ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി പൊസിഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ടേക്ക് നോട്ട്സ്. The candidate can bring notes containing information about the company and the job position. Also, the candidates can add
information to their notes by noting down new data during the interview. This will reflect the interviewee's interest in the job and will help in remembering the question that he might want to ask the interviewer. ഇനി നമ്മള് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ കാൻഡിഡേറ്റിന് ജോബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു നോട്ട്സ് കൊണ്ടുപോകാം. ഓക്കെ, നോട്ട്സ് അവരുടെ വെക്കാം. ഓക്കെ, അപ്പോ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട്സ് അവർക്ക് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർവ്യൂവിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ നമ്മുടെ ജോബിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ നോട്ട് ജോബിനെ പറ്റി അല്ലെങ്കിൽ കമ്പനിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എഴുതിക്കൊണ്ട് പോകുമ്പോൾ അവര് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇന്നതാണ് അല്ലെങ്കിൽ ഇതാണ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് വരാനായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന ക്വസ്റ്റ്യൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെ നോട്ട് എഴുതുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങളും നോട്ട്സ് എഴുതുന്നത് കൊണ്ട് തന്നെ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാനും റിമെമ്പർ ചെയ്യാനായിട്ടും നമുക്ക് അതുപോലെ നമുക്ക് എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നോട്ട്സ് നമ്മൾ എഴുതി തയ്യാറാക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി പൊസിഷൻ, അതുപോലെ തന്നെ നോട്ട്, ടേക്ക് നോട്ട്സ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വായിച്ചോളൂ ഒന്ന്. ഓക്കെ, ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ ഒന്ന് വായിക്കൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോളൂ. വായിക്കണമെന്ന് എന്തെങ്കിലും വായിച്ചോളൂ കേട്ടോ. ഒരു കുട്ടി പറഞ്ഞത് കൊണ്ടാണ്. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. ഇനി നെക്സ്റ്റ് ആണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? While preparing for an interview, the person should be cautious about the following points. നോക്കാം. ഫസ്റ്റ് കണ്ടാണ് ഡ്രസ്സിംഗ് കാഷ്വലി, സാധാരണയായിട്ട് അല്ലെ ഡ്രസ് എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ധരിക്കേണ്ടത് അറിയാമോ? എങ്ങനെയാണെന്ന് എങ്ങനെയാണ് ധരിക്കേണ്ടത് ഡ്രസ്? വെൽ, ഓക്കെ, ഫോർമൽ ആയിട്ട് എക്സിക്യൂട്ടീവ് ലുക്ക് വേണം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം നമ്മള് പോവാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. The interviewee should not be dressed in casual way. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ.
interviewee should not be dressed in casual way. Such attires reflect an unserious attitude towards the job position. The candidates must be dressed formally even if the company's uniform is casual. അപ്പൊ നോക്കിയേ, ഇന്റർവ്യൂവി അല്ലെ, ഇന്റർവ്യൂവി എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റ് ആണ് അല്ലെ. ഓക്കെ, കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വരുമ്പോ എന്താണ്, സാധാരണയായിട്ട് സാധാരണയായിട്ട് ഇടുന്ന ഡ്രസ്സുകൾ നമ്മൾ ധരിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മള് ഒരു എന്താണ് കടയിൽ പോവാ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ വെല്ലായിട്ട് നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ട്, അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം നമ്മള് ഡ്രസ്സ് ധരിക്കാനായിട്ട്. അങ്ങനെ പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ നല്ല ജ്വല്ലറീസ്, അതുപോലെ വള, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാനായിട്ടും പാടില്ലല്ലേ. കല്യാണത്തിന് പോണ പോലെ നമുക്ക് ഈ ഇന്റർവ്യൂവിന് വരുമ്പോൾ പോകാൻ പാടോ, അല്ലെങ്കിൽ വരാൻ പാടോ? അങ്ങനെ ജ്വല്ലറീസ് ഒക്കെ ധരിച്ചിട്ട് നല്ല അല്ലെ, ഒരു എന്താണ് നല്ല വള, മാല, അതുപോലെ കമ്മല്, പൊട്ട്, ഇതൊക്കെ എന്താണ്, അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. ഒരു സാധാരണയായിട്ടും അങ്ങനെയും ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്, ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫോർമൽ ലുക്കിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂ വരാനായിട്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്, violating the interviewer's personal space. Everyone has a personal space. എല്ലാവർക്കും എന്തുണ്ട്, ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അല്ലേ. ഓക്കെ, hindering the personal space of the interviewer can make him uncomfortable. ഇനി എന്താണ്, അങ്ങനെയുള്ളൊരു പേഴ്സണൽ സ്പേസിൽ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കായാലും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കായാലും എന്തുണ്ടാവും, ഒരു അൺകംഫർട്ടബിൾ അല്ലെ, ഒരു നല്ല രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കില്ല എന്തെങ്കിലും തടസ്സം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. Therefore, the interviewee must not try to hinder the personal space of the interviewer by any means. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇന്റർവ്യൂവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് പാടില്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു തടസ്സവും ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കാനായിട്ട് പാടില്ല. അദ്ദേഹത്തിന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ നമ്മളായിട്ടും അദ്ദേഹത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കാനായിട്ട് പാടില്ല. ഇനി mistreating the support staff. Mistreating the support employees or lower level staff members reflect an inhuman and disrespectful nature. എന്ത് ചെയ്യണം നമ്മള്, ഈ മിസ്ട്രീറ്റിംഗ് എന്ന് പറഞ്ഞാല് മോശമായിട്ടല്ലേ. ഇതിന്റെ മീനിങ് എന്താണ്, മോശമായ. Mistreating means മോശമായ. Mistreating the support employees or lower level staff members reflect inhuman and disrespectful nature. The candidate thus should not mistreat any person and must pay respect to everyone in the office. ഇനി നമ്മള് ഈ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ഓഫീസിലൊക്കെ പല പല സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവരോട് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊക്കെ പെരുമാറാൻ പാടോ? ഇല്ല, നല്ല രീതിയിൽ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടല്ലേ അവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം നമ്മള് എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ നമ്മള് എന്താണ് അവർ പറയുന്നത് ചിലപ്പോ നമ്മള് ശ്രദ്ധിക്കാതെയുള്ള ഒരു ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഇന്റർവ്യൂവി കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മറ്റുള്ള സ്റ്റാഫിനോട് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെയുള്ള മറ്റുള്ള സ്റ്റാഫിനോട് റെസ്പെക്റ്റ് ആയിട്ടും
അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ദയയില്ലാത്ത, ഇൻഹ്യൂമൻ ദയയില്ലാത്ത. അതുപോലെ തന്നെ ഡിസ്റെസ്പെക്ട്ഫുൾ അറിയാലോ, അനാദരവ് ട്ടോ. ഡിസ്റെസ്പെക്ട്ഫുൾ മീൻസ് അനാദരവ്, ദയയില്ലാതെ, അതുപോലെ തന്നെ അനാദരവ്, റെസ്പെക്ട് ഇല്ലാതെയൊന്നും മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് പാടില്ല. അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനവും റെസ്പെക്റ്റും നമ്മൾ കൊടുത്തിരിക്കണം. ക്ലിയർ അല്ലേ 3 കാര്യങ്ങളും? അപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്രസ്സിംഗ് കാഷ്വലി, വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്, മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. ഓക്കെ ആണോ? 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ 3 കാര്യങ്ങളും? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺസ്. ഓക്കെ, തെറ്റായ കാരണങ്ങളാല് വേറിട്ട് നിൽക്കുക. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺസ്. The candidate should appear and speak in a normal manner. Underline ചെയ്യാം കേട്ടോ. Candidate should appear and speak in a normal manner. Candidate ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ അതിന്റെ അപ്പിയറൻസോട് കൂടിയിട്ട് അതുപോലെ പറയുന്ന കാര്യങ്ങൾ നല്ലൊരു നോർമൽ ആയിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോർമൽ മാനറിൽ ചെയ്യണം. He or she should not stand out due to illogical or wrong reasons. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പലവിധ കാരണങ്ങളാൽ വേറിട്ട് നിൽക്കാനായിട്ട് പാടില്ല. നോക്കാം, wearing heavy makeups, jewelry, neon colors, clothes, hard smelling perfumes, etc. ഇവയൊക്കെ എന്താണ്, ഒരു വേറിട്ട് നിൽക്കുക അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേറിട്ട് കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യാട്ടോ. വെയറിംഗ് ഹെവി മേക്കപ്പ്, ജ്വല്ലറി, നിയോൺ കളേഴ്സ്, അതുപോലെ ക്ലോത്ത്, അതുപോലെ ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ്. ഇതൊക്കെ എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾക്ക് ഇന്റർവ്യൂവില് ചെയ്യാനായിട്ട് ഇട്ടുകൊണ്ടുവരാനായിട്ട് പാടില്ല. ഇപ്പൊ ക്ലോത്ത് ആയാലും സാരി, ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ എന്താണ് നല്ല രീതിയിൽ സാരി ഉടുത്ത്, അതുപോലെ തന്നെ നല്ല എന്താണ് കല്യാണത്തിന് പോകുന്നത് പോലെയുള്ള സാരി ഒന്നും ഉടുക്കാൻ പാടില്ല. ഒരു നോർമൽ ആയിട്ടുള്ള സാരി വേണം ഉടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് വേണം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ വളയും മാലയൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇട്ടുകൊണ്ട് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ മേക്കപ്പ് അല്ലെ, നല്ല രീതിയിൽ കല്യാണത്തിന് പോകുന്നത് പോലെയുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും,
എന്തായിരിക്കും നമ്മളെ ആ ജോബിന് എടുക്കാൻ തയ്യാറാവും അവര് ഇല്ല അല്ലെ. നോർമൽ ആയിട്ടുള്ള നമ്മുടെ കമ്പനിയോട് ഇണങ്ങി ചേർന്ന് പോകുന്ന ഒരു ആളെയായിരിക്കും അവർക്ക് താല്പര്യം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡ്രസ് ആയാലും അതുപോലെ മേക്കപ്സ് ആയാലും ജ്വല്ലറീസ് ആയാലും എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേറിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പാടില്ല. നോർമൽ രീതിയിൽ വേണം നമ്മള് ഇന്റർവ്യൂവിന് പോകാനായിട്ട്. Can give the reasons to HR managers for not selecting the candidate. കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെർഫ്യൂംസ് അതുപോലെ ഇങ്ങനെയുള്ള ക്ലോത്തുകള് ഇങ്ങനെയുള്ള ജ്വല്ലറീസ് പലതരത്തിലുള്ള മേക്കപ്സ് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങളാല് മാനേജേഴ്സ് നമ്മളെ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യില്ല, റിജക്ട് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗിഫ്റ്റിംഗ് പേഴ്സണൽ. ഓക്കെ, വ്യക്തിപരമാവുക അല്ലെ, വ്യക്തിപരമാവുക. Upon asking questions, the candidate must answer in a general manner without getting too personal about it. Also, he or she should not share a large amount of personal information with the interviewer. ഇനി നമ്മളോട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട്. അപ്പോ ഈ കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം ഇതാണ് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്ത് പറയണം അല്ലെ. പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിലായിരിക്കില്ല നമ്മൾ അവിടെ പെർഫോം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം ഏതാണ് അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഏതാണ് എന്നുള്ളത് നമ്മളവിടെ പറയാനായിട്ട് പാടില്ല. പേഴ്സണൽ ആയിട്ട് നമ്മളവിടെ പറയാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്ത് വേണം നമുക്ക് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇനി എന്താണ് ഫിഡ്ജറ്റിംഗ്? ഫിഡ്ജറ്റിംഗ് has the potential to snatch the chance of being selected. Nervousness, worries, anxieties, etc. are common to any interview, but fidgeting can create more problems. It is found that 26% of interviewers do not select the candidate to fidget. ഇപ്പൊ ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരിക വല്ലായ്മകൾ കേട്ടോ, ശാരീരിക വല്ലായ്മകൾ. ഫിഡ്ജറ്റിംഗ് മീൻസ് ശാരീരിക വല്ലായ്മകൾ. ഓക്കെ, കാൻഡിഡേറ്റിന് ചിലപ്പോ നമ്മൾ ഇന്റർവ്യൂവിന് അല്ലെ നമ്മളായാലും പോകുമ്പോ എന്താണ് ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരല് അല്ലെ, വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഉത്കണ്ഠകള്, ആശങ്കകള് അല്ലെ, പലതരത്തിലുള്ള ആശങ്കകള്, അതുപോലെ പേടി, അസ്വസ്ഥത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. ഇല്ലേ, വരാറുണ്ടോ? ഉണ്ടോ? ഇന്റർവ്യൂവിന് പോകുമ്പോ പേടി തോന്നാറുണ്ട് ഇല്ലേ? ആർക്കായാലും തോന്നാം ഒരു ടെൻഷൻ അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നാറുണ്ട്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഭൂരിഭാഗവും കാൻഡിഡേറ്റ്സിന് എന്താണ് ഇങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ തോന്നാറുണ്ട് അല്ലെ, വല്ലായ്മകൾ തോന്നാറുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ്, ഒരു കാൻഡിഡേറ്റ് എങ്ങനെയായിരിക്കണം, പേടിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പറയാനായിട്ട് ചിലപ്പോ ഉത്തരം അറിയാൻ പറ്റും, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റില്ല അല്ലെ. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ അളക്കുന്നുണ്ട്. മറന്നു പോകും, അങ്ങനെ പല ടെൻഷനുകൾ വരുമ്പോൾ ഉത്തരങ്ങൾ മറന്നു പോകും. ചിലപ്പോ അറിയാൻ പറ്റും, പക്ഷെ ആൻസർ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ വിക്കല് വരും അല്ലെ, ചിലപ്പോ പമ്പം പഠിക്കാൻ സാധ്യതയില്ല അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അതൊക്കെ അളക്കും ഇന്റർവ്യൂവേഴ്സ് അല്ലെ. ഇന്റർവ്യൂവേഴ്സ് അവിടെ അളക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജഡ്ജിങ് പാനലാണ്, കുറെ അധികം ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് അവരൊക്കെ ഓരോരുത്തരും നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കിൽ എന്താണ്, നോളജ് എന്താണെന്നൊക്കെ അളക്കാനായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെക്കി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും
നമ്മളെല്ലാ കാര്യങ്ങളും അവിടെ അളക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ കാൻഡിഡേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെൻഷൻ അടിക്കാതെ, ഒരു കാര്യം നമ്മൾ ചിലപ്പോ ഓർത്ത് പേടിക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നോർമൽ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ 26% ഓഫ് കാൻഡിഡേറ്റ് എങ്ങനെയാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫിഡ്ജറ്റിങ് അല്ലെ, ശാരീരിക വല്ലായ്മകൾ, ടെൻഷൻ, അതുപോലെ പേടി, അതുപോലെ ആൻസൈറ്റി, അങ്ങനെയുള്ള വറീസ്, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂകള് എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യും അവരെ. ഇങ്ങനെയുള്ള പേടി, അതുപോലെ എന്താണ് ആൻസൈറ്റീസ് ഒക്കെ ഉള്ള ആളുകളെ ഇല്ല അല്ലെ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, നല്ല ഒരു ഹാപ്പി ആയിട്ടിരിക്കണം, അതുപോലെ പറയുന്ന കാര്യങ്ങളും ചോദിക്കുന്ന കാര്യങ്ങളിലും ചിലപ്പോ വിക്ക് വരാം പേടിച്ചിട്ട്, ചിലപ്പോ മറന്നു പോവാം. ബോൾഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെയാണ് അവർക്ക് ഇഷ്ടം അല്ലെ. അതിലുള്ള ഓർഗനൈസേഷൻസ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ നോക്കും. അതുപോലെ എല്ലാവർക്കും ഇപ്പോ ഇന്റർവ്യൂസിന് പോകുമ്പോൾ അവരെ നോക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്നാണ്. അതുപോലെ തന്നെ ഇൻഡെപ്ത് നോളജ്, ആ സബ്ജക്റ്റിലെ ടീച്ചേഴ്സിനായാലും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇൻഡെപ്ത് നോളജ് ഉണ്ടോ, അതുപോലെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. നമ്മളുടെ പോലെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതുപോലെ പേടിച്ച്, അതുപോലെ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യം ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഓർഗനൈസേഷൻ റിജക്ട് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ആണ് ലൈയിങ്. The candidate must never lie an interview. ഓക്കെ, നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോ കാൻഡിഡേറ്റ് ചെയ്യാൻ പാടില്ല ലൈയിങ്. എന്താ ലൈയിങ്? എന്താണ് ലൈയിങ്? നുണ പറയാനായിട്ട് പാടില്ല അല്ലേ? Many people think that to give false information about the job history or educational background in an excellent way to impress the HR managers. HR managers impress ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത ഡിഗ്രി അല്ലെങ്കിൽ ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഒക്കെ എഴുതി വയ്ക്കാറുണ്ട് അല്ലെ ചിലവര്. ഓക്കെ, ജോബ് ഹിസ്റ്ററിയിലൊക്കെ ആയാലും ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ചിലപ്പോൾ ജോലിക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്നാലും എഴുതി വെക്കും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്? ഒപ്പിക്കാറില്ലേ? ഇല്ലേ? വ്യാജന അടിക്കാറില്ലേ അവര്? ഓക്കെ, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സും ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള നുണ പറഞ്ഞ് ജോലി നേടുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. However, such false information can lead the candidates into big problems as the HR managers have all the required information with them which they can verify at any point of time. Even if the candidate are chosen based on such lies, it can destroy the reputation and job opportunity of the candidate in the future. Okay, ഇങ്ങനെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ നുണ പറഞ്ഞു കയറുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവര് ചിലപ്പോ എന്തെങ്കിലും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നുണ പറഞ്ഞിട്ടാണ് അവർ കയറിയത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് ജോബിൽ നിന്ന് റിജക്ട് ചെയ്യും അല്ലെ, അപ്പൊ തന്നെ പുറത്താക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നുണ പറഞ്ഞ് കയറുമ്പോൾ എന്താണ് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നുണ്ട് അല്ലെ, സ്ഥലപ്പേര് ബാധിക്കുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് അവര് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അവര് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ വരും അല്ലെ, അല്ലെങ്കിൽ കൃത്യമായിട്ടല്ല ആ കാൻഡിഡേറ്റിനെ അവര് ഇന്റർവ്യൂ ചെയ്തെടുത്തത് എന്നുള്ളൊരു ഇത് വരും കമ്പനിക്ക് അല്ലെ, കമ്പനിക്കെതിരെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ എപ്പോഴും കറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റിന് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് ക്വാളിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഇന്ത്യയിലേക്ക് എടുക്കാനായിട്ട്. അവർക്ക് ഏതാണോ വേക്കൻസി ഉള്ളത് ആ വേക്കൻസിയിലോട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം ഇങ്ങനെ നുണ പറയുന്ന ആളുകളെ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പേരിനെ ബാധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ലൈനിങ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ? 3 പോയിന്റ്സും ഓക്കെ. ഇനി നെക്സ്റ്റ് 3 പോയിന്റ്സും കൂടി ഉള്ളു നമുക്ക് നോക്കാം. Bad mouthing for former employer. The employee should not say the negative things or share grievances related to his or her previous employers. It creates the negative impression in front of interviewers. Instead, the candidate should reply in a calm and positive manner if asked about the post employers. ഇനി എന്താണ് ഈ ബാഡ് മൗത്തിങ് ഫോർ എംപ്ലോയർ, ഫോർമർ എംപ്ലോയർ? ഈ മുൻ തൊഴിലുടമയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? മോശമായിട്ട് വാക്കുകൾ പറയാം. ഓക്കെ, മുൻ തൊഴില് നമ്മളെ എംപ്ലോയർ അല്ലെ, നമുക്ക് ചിലപ്പോ ചില കമ്പനീസിൽ നിന്ന് ചിലപ്പോ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ എന്താണ് ഇന്ന കാരണങ്ങളാലെ ചിലപ്പോൾ പുറത്താക്കിയവരുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂവിന് വരുമ്പോ അവിടുത്തെ കാര്യങ്ങള്, അവിടുത്തെ എംപ്ലോയറെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. ചിലപ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊജക്റ്റുകളായിരിക്കാം അല്ലെ, പുറത്താക്കിയതോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അപ്പോ അവരെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുക. ഇങ്ങനെയുള്ള മോശമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്, ബാഡ് ഇമേജ് അല്ലെ, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങള് സംസാരിക്കാനായിട്ട് ഇടവരാനായിട്ട് ഓക്കെ. ഇനി എന്താണ് ആഡിങ് ഫിൽറ്റർ ഫേസസ്. Most of the candidates use filter faces like or while they think of the answer. This should simply to be avoided as it creates the impression that the candidate does not know the answer of its trying to make out one. എന്താണ് ഈ ചിലവര് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എന്നൊക്കെ വരാറുണ്ടല്ലേ? വരാറുണ്ടോ? ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ഉണ്ടല്ലേ? നമ്മളായാലും ഞാനായാലും സംസാരിക്കുമ്പോ അല്ലെ, നമ്മള് ചിലപ്പോ ഓർത്തെടുക്കുമ്പോഴാവാം, അല്ലെങ്കിൽ ചിലപ്പോ പറയുന്ന കാര്യങ്ങൾ എന്ത് പറയുന്നത് ചിന്തിച്ചിട്ട് ചിലപ്പോ നമ്മള് എന്നൊക്കെ വരാറുണ്ടല്ലേ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങള് വരുമ്പോ അതിനെ പറയുന്നത് എന്താണ്, പദ സമുച്ചയങ്ങൾ എന്നാണ് കേട്ടോ. ഓക്കെ, ഫില്ലർ എന്ന് പറഞ്ഞാല്, ആഡിങ് ഫേസസ് എന്ന് പറഞ്ഞാല്, ഫില്ലർ എന്ന് പറഞ്ഞാല് പല സമുച്ചയങ്ങൾ ചേർക്കല്. നമ്മൾ ചേർക്കാറുണ്ട് അല്ലെ? നമ്മളിപ്പോ ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ ആകുമ്പോ നമ്മൾ ചേർക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്, ഫില്ലർ ഫേസസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് എന്താണ്, മിക്ക കാൻഡിഡേറ്റും എന്താണ് ഉത്തരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് പറയാറുണ്ട് എന്നുള്ളത്, പേടിച്ചിട്ടാണ്, പക്ഷെ അത് നമുക്ക് വന്നു പോണതാണ് അല്ലെ? എന്നൊക്കെ ഉള്ളത് പോലുള്ള ഈ പദസമുച്ചയങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? പക്ഷെ അതിന് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ടു ബി അവോയ്ഡ് ചെയ്യണം.
എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ കാൻഡിഡേറ്റിന് ഉത്തരം അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണോ എന്നുള്ളൊരു പ്രതിഫലനം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ചിലപ്പോ എംപ്ലോയർക്ക് മനസ്സിലാവും, ഇവനൊന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്കി വിക്കി പറയുന്നത് ഇല്ലേ. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഉത്തരം അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇല്ലേ. നമ്മളായാലും ഇപ്പോ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അറിയില്ലെങ്കിൽ ഇപ്പൊ പറയാട്ടോ മിസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മള് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ചിലപ്പോ ഉത്തരം അറിയുന്നുണ്ടാവില്ല, എന്നാലും നമ്മളിങ്ങനെ വിക്കി വിക്കി ഓരോന്നും പറയല്ലേ, പട്ടത്തെറ്റായാലും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ആ പദങ്ങൾ ഇങ്ങനെയുള്ള ഫില്ലർ ഫേസസ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്നൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർക്ക് മനസ്സിലാവും ഇതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിക്കി വിക്കി ഉള്ളതൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള വാക്കുകൾ വേർഡ്സുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫില്ലർ ഫേസസ് ഒക്കെ ഒഴിവാക്കണം. ഇനി എന്താണ് ലീവിങ് ദ ഫോൺ ഓൺ. ഓക്കെ, ഫോൺ റിംഗിങ് ദ ഇന്റർവ്യൂ റൂം ഓർ റിസീവിംഗ് a call during an interview is the worst case scenario for an interviewee. It is the last thing that the HR manager wants to see in a candidate. The candidate should never leave their phone in a ringing or vibrating mode during an interview. Okay, നമ്മള് ഇപ്പോ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങോ എന്തെങ്കിലും ആയാലും മതി, ഫോൺ അടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പോ ആരാധനാലയത്തിലൊക്കെ പോകുമ്പോൾ, ഇപ്പൊ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ എന്താണ് ചിലപ്പോ അവിടെ റിങ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാറുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത്, ഇന്റർവ്യൂ നടക്കുന്ന സമയത്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഫോൺ എന്താക്കി വെക്കണം, സൈലന്റ് ആക്കി വെക്കണം. ഓക്കെ, വൈബ്രേറ്റോ അല്ലെങ്കിൽ സൈലന്റോ ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്താല് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാണ് അല്ലെ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കും ആൻസർ ചെയ്യുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പോ നമ്മുടെ എന്താണ് ഈ എങ്ങനെയുള്ള ഫോൺ റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ആൻസർ പറയുന്നതൊക്കെ ചിലപ്പോ മാറിപ്പോവാം, അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിപ്പോവാം, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ ബുദ്ധിമുട്ട് വരാം, ശ്രദ്ധ മാറിപ്പോവാം. ഇന്റർവ്യൂവറുടെ ആയാലും ഇന്റർവ്യൂവിന്റെ ആയാലും എന്താണ് കാൻഡിഡേറ്റിന്റെ ആയാലും ശ്രദ്ധകള് മാറിപ്പോവാനായിട്ട് ഇടവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ വരുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ആണോ? നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂ. എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെ, മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ് ഇന്റർവ്യൂ ഉള്ളത്. Interview is advantages for both the employer and the job seeker following. രണ്ട് തരത്തിലുള്ള മെറിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയർക്കുള്ളത് കേട്ടോ. എംപ്ലോയർക്കുള്ള അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റ് പോയിന്റ്സിൽ കൊടുക്കുന്നത്.
4 പഠിക്കാനുള്ളത്. എംപ്ലോയറുടെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ഉണ്ട്, ജോബ് സീക്കറിന്റെ ഉണ്ട്, ഒരു 3 എത്രയും അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഫസ്റ്റ് വൺ, എംപ്ലോയർക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയർക്ക് എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഉള്ള മെറിറ്റ്സ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. Provide information about job seeking candidates and interview helps an employer in gathering complete information about the candidate looking for the job. The interview obtain information about the individual pertaining to his cultural and educational background, work experience, intelligence quotient, communication skills, personality types, interest, social behavior, etc. ഇനി നമ്മൾ എന്താണ് ഈ എംപ്ലോയർക്കുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആണ് ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോ ഫസ്റ്റ് മെറിറ്റ് എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ് അല്ലെ. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ എംപ്ലോയർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്? കാൻഡിഡേറ്റിന്റെ എല്ലാ ഇൻഫർമേഷനും എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അറിയാൻ പറ്റുന്നുണ്ട്, ഇന്റലിജന്റ് അയാളുടെ സ്കില്ല്, നോളജ് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അതിലുള്ള വർക്ക് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് എന്തിലാണ്, സോഷ്യൽ ആയിട്ടുള്ള ബിഹേവിയർ, ഇതൊക്കെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ലേ അത്? Provide information about the job seeking candidate. ഇനി എന്താണ്? Have to select the right candidate and interview facilities. Face-to-face conversation of the interview with the candidate. Thus, the interviewer can make an accurate decision about the selection or rejection of the candidate. A personal interview is the best option to be used by interviewers while selecting the right person for the right job. Okay, ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ റൈറ്റ് കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. എംപ്ലോയർക്ക് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കിട്ടും, നോളജ് എന്താണെന്ന് മനസ്സിലാവും, സ്കിൽ എന്താണെന്ന് മനസ്സിലാവും, അയാളുടെ എന്താണ് ഇൻട്രസ്റ്റ് എന്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്, എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന മനസ്സിലാവുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള മനസ്സിലാക്കി എടുക്കുമ്പോ നമ്മുടെ ഓർഗനൈസേഷന്റെ ഏത് വേക്കൻസിയിലോട്ടാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ അക്കൗണ്ടന്റിന്റെ ആണെങ്കിൽ അക്കൗണ്ടന്റിന്റെ സ്കില്ലുണ്ടോ, നോളജ് ഉണ്ടോ, അത് കഴിവുണ്ടോ, അത് ചെയ്യാനായിട്ടുള്ള ആ വർക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് ഇന്റർവ്യൂവർക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബ് പൊസിഷനിലോട്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു. ഇനി എന്താണ്? ഇംപ്രൂവ് ഗുഡ് വിൽ ഓഫ് എംപ്ലോയേഴ്സ്. And interview as a public relation tool. Okay, underline ചെയ്തേ, interview as a public relation tool ആണ്. And interview must be administered properly in a congenial environment. Congenial എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായിട്ടുള്ള. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇന്റർവ്യൂ എന്താണ്? ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂവറും ഇന്റർവ്യൂവും തമ്മിലുള്ളത് അല്ലെ. സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കണം ഇത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് അല്ലാതെ തന്നെ ഇപ്പോ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റിനെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടോ ഒരു കോൺവെർസേഷൻ നടത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഒരു സൗഹാർദ്ദപൂർവമായിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ് അവിടെ പ്രധാനം ചെയ്യേണ്ടത്. The candidates called for an interview should be dealt with the dignity and respect. There should be an effort towards making the candidate feel happy about the employer, irrespective of being selected or rejected. This will enhance the employer's image. Thus, a good interview session always added to good
will of the employer. ഇനി നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ഒരു സൗഹാർദ്ദപൂർണമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കണം എംപ്ലോയർ എംപ്ലോയിയും തമ്മിലുണ്ടായിരിക്കുന്നത് അല്ലെ. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യണം അല്ലെ. ഒരു കാൻഡിഡേറ്റ്, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റിന്റെ ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ട് വേണം അദ്ദേഹം പോവാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിലപ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ചിലപ്പോ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ നല്ലൊരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ലൊരു സൽപ്പേര് ആ എംപ്ലോയർക്ക് ഉണ്ടാവും, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഹാപ്പി ആയിട്ട്, അതുപോലെ തന്നെ നല്ലൊരു സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കണം. ചിലപ്പോ നമ്മുടെ കമ്പനിയിലേക്ക് അദ്ദേഹത്തെ ചിലപ്പോ എടുക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ സെലക്ട് ചെയ്യാമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ നടത്താനായിട്ട് ശ്രമിക്കാം. ഇനി എന്താണ്, ഹെൽപ്സ് ഇൻ പ്രമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. An interview helps an employer to assisting his staff for purpose of promotion, transfer, etc. ഇനി നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ കാൻഡിഡേറ്റ്സിന് കിട്ടിയിട്ടുള്ള ചിലപ്പോ അനദർ ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോ വരുന്നത് അല്ലെ ഇന്റർവ്യൂവിന്. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ചിലപ്പോ അവർക്ക് പ്രമോഷൻ കിട്ടാം, ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കാൻഡിഡേറ്റ്സിനെ അസസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രമോഷൻ ആയാലും ട്രാൻസ്ഫർ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനും എംപ്ലോയർക്ക് സഹായിക്കുന്നു. പ്രമോഷനും ട്രാൻസ്ഫറിലൂടെയും കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് എംപ്ലോയറിന്റെ അഡ്വാൻറ്റേജ്, മെറിറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് job seeking candidates, helps to select the right candidate, improve goodwill of employers, helps in promotions and transfers. ഇനി എന്തൊക്കെയാണ് ജോബ് സീക്കേഴ്സിന്റെ കാൻഡിഡേറ്റിന്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, advantages of interview for job seekers are as follows. Provide employment opportunity. And interview helps the job seekers to by providing an opportunity for employment. It acts the candidate in presenting and conveying his vision, beliefs, and thoughts to the employer. ഇനി നമ്മള് ഇങ്ങനെയുള്ള ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ എംപ്ലോയേഴ്സിന് അല്ലെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നതിലൂടെ അവരുടെ വിഷൻ അല്ലെ, നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർ പ്രസന്റ് ചെയ്യും അല്ലെ, അവരുടെ വിഷൻ എന്താണ്, അവരുടെ ബിലീഫ് എന്താണ്, അവരുടെ തോട്ട്സ് എന്താണെന്നൊക്കെ ഇന്റർവ്യൂവറോട് പറയാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ ആയാലും നമുക്കായാലും അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട വ്യക്തിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ പ്രസന്റിങ് ആൻഡ് conveying his vision, belief and thoughts of the employer. Okay, എംപ്ലോയറോട് എന്ത് ചെയ്യുന്നതിലൂടെ വിഷൻ ആയാലും ബിലീഫ് ആയാലും തോട്ട്സ് ആയാലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എടുക്കാൻ പറ്റുന്ന വ്യക്തികളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Helps candidate to accept or reject the job. An interview helps the candidate by providing information pertaining to a job or and the employer. A candidate is thus where compensation perks എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ proudly and allowances, working conditions, job security, chances of promotion and transfer, and other employment benefit, if any. And interview provides an opportunity to the candidate to clear his or her doubts about the job. This also helps him taking sensible decision for his career regarding accepting and rejecting the job if offered. ഇനി എന്താണ് നമ്മൾ ഈ കാൻഡിഡേറ്റിന്റെ ആക്സെപ്റ്റിംഗ് ആണോ റിജക്റ്റിംഗ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്
അവരുടെ നമ്മൾ ഇപ്പോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ സാലറി പാക്കേജ് ചോദിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ അലവൻസസ് അല്ലെ, നമ്മുടെ ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്, വർക്കിംഗ് കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഓർഗനൈസേഷൻ ആരോട് പറയാറുണ്ട്? കാൻഡിഡേറ്റ്സിനോട് പറയാറുണ്ട് അല്ലെ. ഇത്ര ടാർഗറ്റ് ഉണ്ടാവും അല്ലെ, ഇന്നായിരിക്കും സാലറി, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം അല്ലെ, നമ്മുടെ കോമ്പൻസേഷൻ, അതുപോലെ പ്രൗഡി, അലവൻസസ്, ഇന്നതാണ് ബെനഫിറ്റുകൾ, ഇത്ര ഇൻസെന്റീവ് ഉണ്ടാവും എന്നുള്ളത് നമ്മളോട് അവര് പറയും അല്ലെ, ഓർഗനൈസേഷൻ പറയും. അപ്പോ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റിന് തീരുമാനിക്കാൻ പറ്റും, എനിക്ക് ഈ ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ പോകണോ അല്ലെ. ഓരോ ഡൗട്ട്സുകൾ കാൻഡിഡേറ്റിനായാലും ഓർഗനൈസേഷന്റെ ഡൗട്ട്സുകൾ ആയാലും ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അവര് നമ്മളോട് പറയുന്ന ഇൻഫർമേഷൻസിലൂടെ ഈ ഓർഗനൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ വേറെ ജോലി നോക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ടും കാൻഡിഡേറ്റിനെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഇന്റർവ്യൂവിലൂടെ? കേട്ടോ. Next helps the job seekers to increase contacts. An interview gives an opportunity to the candidate to build contact with the interviewer and other candidates as well. So in case a candidate is rejected in his very fast effort of job hunt, then these contacts perhaps can help in succeeding effort. എന്താണ് പറയുന്നത് ഇതിനകത്ത്? ഇങ്ങനെ പലരും പല കാൻഡിഡേറ്റും പല ഇന്റർവ്യൂസിലും പോവാറുണ്ട് അല്ലെ. ചിലപ്പോ അതിൽ സെലക്ട് ആവാം, ചിലപ്പോ റിജക്ട് ആവാം ഇല്ലേ. നമ്മൾ പലരും പല ഇന്റർവ്യൂസിലും പോവാറുള്ളവരാണ്. അങ്ങനെ പല ഇന്റർവ്യൂസിനും പോകുമ്പോൾ പലതിലും ചിലപ്പോൾ റിജക്ട് ആവാം. അങ്ങനെ റിജക്ട് ആവുമ്പോ ചിലപ്പോ ആദ്യം അവർ സെലക്ട് ചെയ്യില്ല, പിന്നീടുള്ള ഇന്റർവ്യൂസിന് ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്ത് വിളിക്കാം അല്ലെ, ഇന്ന ദിവസം ഇന്ന ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് ഇല്ലേ. ചിലപ്പോ ആദ്യം നടത്തുന്ന ഇന്റർവ്യൂവിൽ നമ്മളെ റിജക്ട് ആക്കാം, പിന്നീട് അവർ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോ വേക്കൻസീസ് ഒക്കെ വരുമ്പോ ഇന്റർവ്യൂ ചെയ്യുമ്പോ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോ ഇങ്ങനെ പല പല ഇന്റർവ്യൂസിനും പോകുമ്പോൾ അവർക്ക് എന്താണ്, ഈ കാൻഡിഡേറ്റ്സിന് പല കോണ്ടാക്ട്സ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുകയും അതുവഴി ജോബ് ഓഫേഴ്സ് അറിയാൻ പറ്റുകയും പല പല ഇന്റർവ്യൂസിന് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പല പല ഇന്റർവ്യൂവിനും പോകുമ്പോൾ ചിലപ്പോ അതിൽ റിജക്ട് ആവാം, ചിലപ്പോ നമ്മളെ സെലക്ട് ആക്കാം അല്ലെ, താങ്ക് നമ്മൾ ജോബിന് കയറും. അല്ലെങ്കിൽ എന്താണ്, പല പല ഇന്റർവ്യൂ പിന്നീട് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ടും പങ്കെടുക്കാനായിട്ടും സഹായിക്കും. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ജോബ് സീക്കേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, helps the candidate to accept or reject the job, help the job seekers to increase contact. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും എടുത്തതില്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.